ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നും ഞാൻ ഒരു വെറൈറ്റി കാഴ്ചകളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ കൊല്ലം ജില്ലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊല്ലത്തോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കൊല്ലം ജില്ലയിലെ എന്ത് പറയാനാണ്, പുനലൂരിലെ അമ്പനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലെ ഒരു കാണാ കാഴ്ചകളിലേക്കാണ് ഞാൻ പോകുന്നത്. ഒരു ഇട റോഡാണ് കേട്ടോ. മെയിൻ ജംഗ്ഷനിൽ വന്ന് ഒരു ഇട റോഡിൽ കൂടെയാണ് ഞാനിത് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു കാണാ കാഴ്ച കേട്ടോ. ഞാനും ഫസ്റ്റ് ടൈമാണ്, ഇതുവരെ പോയിട്ടില്ല. അവിടെ എന്തൊക്കെയാണ് വിശേഷമെന്ന് അപ്പം ഞങ്ങളോട് ഒരു സുഹൃത്ത് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അവിടെ പോയതിന് ശേഷം ബാക്കി വിശേഷം പറയാം കേട്ടോ. കണ്ടോ, ഇവിടെ കണ്ടോ, ഒരു ഗ്രാമമാണ് കേട്ടോ. നല്ല രസമുണ്ട്. അധികം വീടുകളില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് ദൂരം ഞാൻ വന്നപ്പോൾ കുറച്ച് വീട് കണ്ടു. അതിന് ശേഷം വീണ്ടും ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. എന്താണ് എന്നുള്ളത് അവിടെ പോയി ബാക്കി വിശേഷം ഞാൻ അവിടെ വെച്ച് പറയുന്നതായിരിക്കും കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു വെറൈറ്റി ആയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ കിടന്ന് കറങ്ങുന്നത്, വേറെ ജില്ലകളിലൊന്നും പോകുന്നില്ലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സ്വന്തം ജില്ലയായ തിരുവനന്തപുരം ഒക്കെ ഏതാണ്ടെന്നല്ല പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് കൊല്ലത്തോട്ട് കടക്കാവൂ എന്ന് ചിന്തിച്ചതാണ്. എന്തായാലും ഞാൻ ഇന്ന് കൊല്ലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കൊല്ലം ജില്ലയിലെ അമ്പാട് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ് ഞാനെന്നുള്ളത് കേട്ടോ. വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ ഇന്നത്തെ കാഴ്ച. കാര്യം എന്താണെന്നറിയാമോ? പാറയും വാട്ടർഫാൾസും ഒന്നുമല്ല കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അതേ കണ്ടോ, ഒരു ക്ഷേത്രം കേട്ടോ. ഈ ക്ഷേത്രത്തിൽ ഒരു പാലമുണ്ട്. ഈ പാലം വഴിയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ പുനലൂരും മാരിയങ്കാവും ആ രണ്ട് പഞ്ചായത്തും കൂടെ മിശ്രിതമായ ഒരു കുഞ്ഞു ഗ്രാമമാണ്, കുഞ്ഞൊരു സ്ഥലവും കൂടെയാണ് കേട്ടോ. വെറൈറ്റി കാഴ്ചയിലേക്ക് ഞാൻ എൻ്റെ വ്ളോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പം വീണ്ടും സ്നേഹപൂർവ്വം നിങ്ങളെ എൻ്റെ വ്ളോഗിലൂടെ ക്ഷണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കാണാ കാഴ്ചയിലേക്ക് പോകാം കേട്ടോ. അപ്പം കൂടെ വന്നോളണേ. അപ്പം ഞാൻ എന്തായാലും കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഇവിടുത്തെ ഒരു കാണാ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു അരുവിയുണ്ട് കേട്ടോ. അത് നല്ല ഒത്തിരി മീനും കിടക്കുക കേട്ടോടാ. നല്ല ഒരു അരുവിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് പറയാനാണ്, ലേബർ ക്യാമ്പാണ് കേട്ടോ. ഒരുപാട് ഭവനങ്ങളുണ്ട്, ഒരുപാട് വീടുകളുണ്ട്. നമ്മുടെ തേയില കൃഷിക്ക് പോകുന്നവർ താമസിക്കുന്ന വീടുകളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് കട അങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നുപോയ കാര്യം, നമ്മുടെ ഒരു തേയില കൃഷി കാണാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഓൾറെഡി പറഞ്ഞില്ലായിരുന്നു. ഒരു കുഞ്ഞു കടയുണ്ട്. ഈ കടയിൽ നിന്ന് വെള്ളം വേണമെങ്കിൽ വാങ്ങി കുടിക്കുക. കാരണം അങ്ങോട്ട് ഇനി കടകളില്ല. വീണ്ടും നമ്മൾ സഞ്ചരിക്കേണ്ടത് 5 കിലോമീറ്റർ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കുറച്ച് ദൂരം കൂടെ പോകാവേ. ഞാൻ പോവുകയാണ്, കൂടെ വന്നോളൂ. അപ്പോൾ ഈ ഭാഗത്തായിട്ട് ആനയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ആ ഭാഗത്തായിട്ട് അവിടെ വന്ന് ആന ആ പ്രാവത്ത് നിന്ന് ചക്കയൊക്കെ പറിച്ച് തിന്നാണെന്നാണ് ഇവിടെയുള്ള ഒരു ചേച്ചിയെ കണ്ടപ്പോൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പുലിയുണ്ട് കേട്ടോ. പുലി ഈ ഭാഗത്തൂടെ ക്രോസ് ചെയ്ത് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ചേച്ചി പറയുക, കുറേ കഴിയുമ്പോൾ അതായത് മനുഷ്യരെല്ലാവരും കാടുകളിലേക്കിട്ട് പോയിട്ട് മൃഗങ്ങളെല്ലാം ഇങ്ങോട്ട് ഇറങ്ങുമെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും അപ്പം പുലിയും ആനയൊക്കെ ഉള്ള ഒരു കേന്ദ്രത്തിലൂടെയാണ് ഇനി നമുക്ക് സഞ്ചാരം. അപ്പം എന്തായാലും കുറച്ചുകൂടെ നമുക്ക് പോയി നോക്കാം എന്താണ് കാണാ കാഴ്ചകളെന്നും വെറൈറ്റികൾ എന്താണെന്നും അവിടെ പോയതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും ഈ വഴിയെ വീണ്ടും 5 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട്. അതെ, അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇതേ കണ്ടോ, ഒരു ക്ഷേത്രമാണ് കേട്ടോ. നമ്മുടെ ഒരു ഗണപതി ക്ഷേത്രം, തമിഴിൽ കറുപ്പ് സ്വാമി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകുക. അപ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ട് ആ ക്ഷേത്രം എനിക്ക് കണ്ടപ്പോൾ ഒരു ഫീൽ ചെയ്ത്. എന്തായാലും തമിഴ്നാടിൻ്റെ കൾച്ചറും കേരളത്തിൻ്റെതുമായ രണ്ടും ഇടകലർന്ന ഒരു ക്ഷേത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളിങ്ങനെ വരുന്ന വഴിവക്കിൽ ഓരോ ക്ഷേത്രങ്ങൾ കാണാം കേട്ടോ. എന്തായാലും ഞാൻ അതിൻ്റെ അടുത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. ഒരു ഗണപതി ക്ഷേത്രമാണ് കേട്ടോ. തമിഴിൽ കറുപ്പ് സ്വാമി എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. നല്ല വെറൈറ്റി ആയ ഒരു പെയിന്റിങ്, ഒരു ഡിസൈനോട് കൂടിയ ഒരു ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ എന്ത് പറയുന്നത്, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ 3-4 ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് അല്ലേ. അവിടുത്തെ ഒരു കാഴ്ചയും ആ ക്ഷേത്രവും. വർഷത്തിലൊരിക്കലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇനി കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ വരുമ്പോൾ കാണാ കാഴ്ചകൾ കാണുമ്പോൾ ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. വീണ്ടും ഞാനിതാ ഒരു ഉൾക്കാട്ടിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. വണ്ടിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ വീഡിയോ പിടിക്കുന്നത്. സത്യം പറയാമെങ്കിൽ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ.
കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർ, എൻ്റെ അമ്മേ, ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറയുക പുലിയും ആനയും സിംഹമല്ല പുലിയും ആനയൊക്കെ ഉണ്ട് എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയും ഉണ്ട് കേട്ടോ. ആരെയും കാണാനില്ല. 2-3 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഞങ്ങളായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരിടവും ലേബർ ക്യാമ്പില്ല. അതുകൊണ്ട് തന്നെ ആരെയും ഞങ്ങൾ ഇതുവരെയും ഒരു 3 കിലോമീറ്റർ തള്ളി വന്നിട്ടുണ്ട്. ഇതുവരെയും ആരെയും കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് വാസ്തവമായിട്ടുള്ള കാര്യം. എൻ്റെ അമ്മേ, പറയാണ്ടിരിക്കാൻ വയ്യ. നേരത്തെ ഗോതയാറ് പോയ ആ ഒരു ഫീൽ എനിക്കിപ്പം തോന്നുക. സത്യം, ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറയുക 2-3 ദിവസത്തിന് മുമ്പ് പുലി അവരുടെ വീട്ടിൻ്റെ സൈഡിൽ കൂടെ പോയത് അവർ കണ്ടത്രേ. അതുപോലെ തന്നെ ആനയും കേട്ടോ. അപ്പോൾ അവർ താമസിക്കുന്ന ആ നാട്ടിലുള്ളവർ പറയുമ്പോൾ തന്നെ എന്ത് ഫീല് തോന്നും നിങ്ങൾക്ക്? അപ്പോൾ എനിക്ക് അതുപോലെ തന്നെയാണ്, ഒരു പേടി തന്നെ തോന്നുക. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അത് വേറൊരു സത്യം കേട്ടോ. ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. റോഡ് ഇച്ചിരി മോശമാണ് കേട്ടോ ഇടയ്ക്ക്. അതെ, ഞാനപ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടും ഒരാളെ കണ്ടു കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ പ്രകൃതി അങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുകയാണ്. കാരണം പ്രകൃതി ഭംഗിയും തണുപ്പുമുള്ള മലനിരകളായതിനാൽ ഇവിടെ തെക്കൻ മൂന്നാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഒരു വലിയ മലയുടെ മുകളിലൂടെയുള്ള യാത്ര എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ റോഡ് നിർമ്മാണം. നിങ്ങൾക്കിത് കണ്ടോ, താഴെ കണ്ടല്ലോ, ആ റോഡേയാണ് ഞാൻ ഇങ്ങനെ കണ്ടോ ഇവിടെ ഈ മുകളിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഹെയർ പിൻ മോഡലിലാണ് റോഡ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ കാട്ടിലൂടെയുള്ള ഒരു യാത്ര എനിക്ക് വലിയൊരു അനുഭവത്തെ തന്നെയാണ് തന്നിട്ടുള്ളത്. എന്തായാലും എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളെയും ഞാൻ എൻ്റെ ഈ യാത്രയിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഉൾഭയം ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളിൽ എത്തിക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടെയാണ് ഞാൻ ഉള്ളിലോട്ട് നീങ്ങുന്നത്. എന്തായാലും ഒരു എസ്റ്റേറ്റ് ഉണ്ട് ഇവിടെ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ള എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതും നമുക്ക് കാണണം. അപ്പോൾ എന്തായാലും യാത്ര നമുക്ക് മുന്നോട്ട് തുടരുകയാണ്. നിങ്ങളും എൻ്റെ ഒപ്പം വന്നേക്കണം കേട്ടോ. കണ്ടോ, ഇതാണ് തേയിലയുടെ ഇല കേട്ടോ, കുരുന്നില. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് ആരെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു കേട്ടോ. ഞാനിതുവരെ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇച്ചിരി കൂടെ പോകാനുണ്ട് കേട്ടോ, നമുക്ക് യാത്ര ചെയ്യാന്നേ. എന്തായാലും ഞാൻ എസ്റ്റേറ്റിൻ്റെ അകത്തെത്തിയിട്ടുണ്ട്. കുരങ്ങന്മാരെ ശല്യമുണ്ട് കണ്ടോ, കുരങ്ങന്മാർ ഓടി വരുന്നത് കണ്ടോ, കണ്ടോ എൻ്റെ അമ്മേ. ആരെയും ആക്രമിക്കാത്തത് കൊണ്ട് കൊള്ളാം എന്തായാലും. അപ്പോൾ ഇവിടെ ഒരു മാനേജർ ഒരു റെസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെയൊന്നും പോകാൻ പാടില്ലെന്നാ പുള്ളി വേറൊരാൾ പറഞ്ഞത് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ കയറി വരുമ്പോൾ 100 രൂപ കൊടുക്കണം. എനിക്ക് തോന്നുക 2 വീലറിന് 100 രൂപയാണ് ടിക്കറ്റ് തോന്നുക. അപ്പോൾ 100 രൂപ കൊടുത്ത് എൻട്രി പാസ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഉള്ളിലോട്ട് കടന്നിട്ടുള്ളത്. അപ്പം എന്തായാലും കണ്ടോ, ഒരു ഉൾവനമാണ് കേട്ടോ. 2 സൈഡും കാടുകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ സ്ഥലം. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ കൊല്ലം ജില്ലയാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലും കണ്ടോ, 2 സൈഡിലും തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് പറയാനാണ്, കുറേ ദൂരം കൂടെ ഇതിൻ്റെ മലയുടെ മുകളിൽ നമുക്ക് കയറി പറ്റണ്ടേ. അവിടെ എന്താണ് ഇതിനെ കഴിഞ്ഞ വെറൈറ്റി കാഴ്ചകളായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അങ്ങോട്ട് പോകാനേ, കുറച്ചുകൂടെ പോകാം കേട്ടോ. കണ്ടോ, ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ഇത്. ഈ ഫുൾ വനം കേട്ടോ, ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെയാണ്. അപ്പം ആരും ഇല്ലെന്ന് തോന്നുക കേട്ടോ. ഇവിടെ ആരെയും കണ്ടില്ല, ഒരാളെ കണ്ടില്ല കേട്ടോ ഞാൻ. ആന എവിടെ കൂടെ വരുമെന്നോ പുലി എവിടെ കൂടെ വരുമെന്നോ ഒന്നും അറിയില്ല. എനിക്ക് പേടിയാവും. അതെ, കുഞ്ഞരുവി കേട്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ആ പാറയുടെ മുകളിൽ നിന്ന് ഒരു അരുവി വരുന്നുണ്ടോ, നീർച്ചാല് ഒഴുകി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്, വെറൈറ്റി കാഴ്ച. അതേ കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. മുകളിൽ നിന്ന് ഈ വേനൽ സമയത്തൂടെ നല്ല ചൂടാണ്. എന്നിട്ട് കൂടെ എവിടെ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നതെന്ന് ഒന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു നല്ല അതിമനോഹരമായി തോന്നുക. ഞാൻ എന്തായാലും ഒന്ന് വെള്ളത്തിലിറങ്ങട്ടെ കേട്ടോ. നല്ല തണുത്ത വെള്ളം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. കണ്ടോ, ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നും ഒന്നും അറിയില്ല. നല്ല ഭംഗിയുണ്ട്. ആ മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നോക്കിക്കേ, അതിമനോഹരമായിട്ട് തോന്നുക എനിക്ക് കേട്ടോ. കാഴ്ചകൾ കണ്ടുപോകുന്ന കൂട്ടത്തിൽ നമ്മൾ കുഞ്ഞു കാഴ്ചയായാലും നമ്മളതെന്ത് ആസ്വദിക്കണം അല്ലേ, അതാണ് എൻ്റെ ഇഷ്ടം. അപ്പം കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അധിക സമയം ഇവിടെ നിന്ന് താമസിക്കേണ്ട. തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പോകണമല്ലോ. അപ്പം നമുക്ക് വീണ്ടും സഞ്ചരിക്കാം കേട്ടോ. യാത്ര തുടരുകയാണ് വീണ്ടും ഞാൻ.
ഞാൻ എന്തായാലും കുറേ ദൂരം സഞ്ചരിച്ച് അമ്പനാട് എസ്റ്റേറ്റ് ഒക്കെ കുറേ ഭാഗം കണ്ടിട്ട് ഒരിടത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്ഥലം ഏതാണെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ, ഫസ്റ്റ് ടൈമാണ്. അപ്പൊ എന്തായാലും ഒരു ചേട്ടനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ചേട്ടനോട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് തിരക്കാം കേട്ടോ. ചേട്ടാ, ഈ സ്ഥലത്തിന് എന്ത് പേരാ പറയുന്നത്? അരണ്ടൽ അല്ലേ? അപ്പൊ നമ്മുടെ എന്ത് പറയാ, ഏത് പഞ്ചായത്താണ്? പഞ്ചായത്ത് ആര്യങ്കാവ്. ഇത് ആര്യങ്കാവ് പഞ്ചായത്ത് തന്നെ അല്ലേ? അപ്പൊ ചേട്ടാ, നമുക്ക് ഈ തേയില കൃഷിയെ കൂടുതൽ നമുക്ക് കാണുമല്ലോ. അപ്പൊ നമ്മൾ വരുന്ന വഴിക്കൊക്കെ കണ്ടെങ്കിലും കാണാൻ കുറച്ചുകൂടെ ഒത്തിരി ഉള്ളിലോട്ട് പോകാൻ ഏത് വഴിയാ പോകേണ്ടത്? ഇത് നേരെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഫാക്ടറിയുടെ അടുത്താണ്. ഫാക്ടറിയുടെ അടുത്തല്ലേ? തൊട്ടടുത്തൊരു ക്യാൻറ്റീൻ ഉണ്ട്, അതിന്റെ അടുത്തൊരു ഗണപതി കോലുണ്ട്. ഇവിടുന്ന് ഇനി ഒരു 1/2 കിലോമീറ്ററോളം 300 മീറ്റർ നേരെ വഴി. അത് ഫാക്ടറിയിലോട്ട് നേരെ പോകുന്നത് ഫാക്ടറിയിലോട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ വഴിയോ? അച്ചൻകോവിൽ അല്ലേ? അച്ചൻകോവിലേക്ക് ഈ വഴി അച്ചൻകോവിലേക്ക് പോകുന്ന പറഞ്ഞത്. ഇതൊരു ക്ഷേത്രവും ഉണ്ട് അല്ലേ? ക്ഷേത്രം എപ്പോ ഉത്സവങ്ങളൊക്കെ ഉണ്ട് അല്ലേ? വർഷത്തിലുത്സവം. അപ്പൊ ആ ഭാഗത്തുള്ള ഡയറക്റ്റ് ബംഗ്ലാവ് അങ്ങോട്ട് ആർക്കും ശരി ഓക്കെ. അപ്പൊ ചേട്ടാ, ഇവിടെ ഒരുപാട് ഇപ്പൊ ജോലിക്ക് ആൾക്കാരുണ്ടോ? ഇപ്പൊ ഇല്ല അല്ലേ? ഇവിടെ കമ്പനി ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നില്ല, അതെയോ? അവരുടെ പ്രാവഡമെന്റ് കൊടുക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് ഇവിടുന്ന് റിട്ടയർഡ് ആയി ഇവിടെ തന്നെ കഴിയുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെയാണ്. ആണോ? തേയില എടുക്കാനുള്ള ആളില്ല, ഉള്ള ആളെ കൊണ്ടാണ് അവരിപ്പോ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെയോ? അപ്പൊ ഇവിടത്തെ എന്ത് പറയാനാണ്? തൊഴിലാളികളുടെ വളരെ മോശമാണ്. അതാണ് തൊഴിലാളികളില്ല, അവരുടെ കാട് കയറി കിടക്കുന്ന കാട് ഇഷ്ടം പോലെ ഉണ്ട് തൊഴിലെടുക്കാൻ. അതെയോ? വർഷത്തിൽ കിട്ടുന്ന ഈ ഗ്രാമിന്റെ പൈസ ഇതിന് വളവിടിയിലില്ല. ഇതിന്റെ കാട് ഒരു നീറ്റില്ല, കണ്ടപ്പോ അറിയാൻ ഇങ്ങനല്ല. ഇതിന്റെ മട്ട ഇതുപോലെ ഇതിനകത്ത് കളയൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് ഒരാൾക്ക് നടപ്പും. എപ്പോഴും ആന ഇറങ്ങി വരും. എല്ലാ മൃഗവും ഉണ്ട്, ചെന്നായി, മ്ലാവ്. ഒരു സമയമായി കഴിഞ്ഞാൽ ആന ഇറങ്ങും, പകലും ഇറങ്ങും അല്ലേ? നിങ്ങൾ വന്ന വഴിക്ക് എന്നെ കണ്ടു കാണും, എവിടെയെങ്കിലും ആന ചവിട്ടി പുറത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പേടിച്ചാ വന്നത്. പേടിക്കാൻ പകൽ അവിടെ ആന ഇറങ്ങി ഒരു റൗണ്ട് പ്ലാക്കാടില്ല, പ്ലാവിന് താഴെയായിട്ട് താഴ്ന്ന് തന്നെ നിൽക്കും. എവിടെ നിന്ന് ഇറങ്ങി വരും നടത്തില്ല, കൂട്ടുമായിട്ട് വരും. 17 18 ഒന്നിച്ചിറങ്ങി വരും. പല സെക്ഷനുണ്ട് ഇവിടെ. കുളിരുകാട് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട്, പ്രൈവറ്റ് ആണ്. അവിടെ ആന തങ്ങി അവിടുന്ന് വരും, അച്ചൻകോവിൽ നിന്ന് ഇറങ്ങി വരും. ആന ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കുന്ന അവർക്ക്. ഇവിടെ നിന്ന് കവുങ്ങുകൾ കോടിക്കണക്കിനുള്ള മുതലാണ് ആന നശിപ്പിക്കുന്നത്. തെങ്ങ് അതുപോലെ. ഇപ്പൊ തുച്ഛമായ ആനയോടും അത് ഈ വർഷം തള്ളിവരും. ഇന്നലെയും വരും, എന്നും വരും. ഇതിനകത്ത് കൂടി ഇത് റേഷൻ കടയായിരുന്നു, ഇപ്പൊ ഇത് മാറ്റി അവിടെ കൊണ്ടുപോകും. അവിടെ മാറ്റിയേക്കും. ആൾക്കാർ അവിടെ പോയി എടുക്കില്ല. ഇതിലെ കൂടിയും വരാന്, ഇതിലെ കൂടെയും വരും. ഇവിടെ മൊത്തം ആന ബഹളമാണ്. അതുപോലെ ചെന്നായി, മ്ലാവ്, കാട്ടുപന്നിയാണെങ്കിൽ പറയാൻ വേണ്ടി ഇതുപോലെ കിടക്കും. ഇവിടെ 2 പേര് പന്നി ആന കുത്തിയവരുണ്ട്, 2 പേര്. എനിക്ക് അമ്മേ പറയാണ്ടിരിക്കാമേ, സത്യം പറയാലോ. ഇപ്പോൾ കുഴപ്പമില്ല, പകലിപ്പോ വിഷയമില്ല, വെയിലായതുകൊണ്ട്. മഴയൊക്കെ മഞ്ഞാണെങ്കിൽ ഇറങ്ങി പോരും അല്ലേ? കാട്ടിനകത്ത് നിൽക്കാൻ പുലിയൊക്കെ വീട്ടിന്റെ ഭാഗത്തൂടെ പോകും. ഇവിടെ പട്ടികളെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഓട്ടിന്റെ മണ്ട കയറി കിടന്നിട്ട് നമ്മള് നല്ല ഉൾക്കാടാണ്, പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. കുറെ ഭാഗം എനിക്ക് വീഡിയോയിൽ ആദ്യം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, പേടിച്ച് തന്നെയാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോ ഒരുപാട് സ്ഥലങ്ങളില് ആൾക്കാർ താമസമില്ല അല്ലേ ഏട്ടാ? കുറെ ദൂരം ആൾക്കാരൊന്നുമില്ല. എന്റെ മൊബൈലിൽ റേഞ്ചേ ഇല്ല. നമുക്കൊരു അപകടം ഇപ്പൊ ഉണ്ടായാൽ പോലും ഒരാളെ വിളിച്ചറിയിക്കാനുള്ള ഇതില്ല, റേഞ്ച് ഇല്ല കേട്ടോ. ഏതെങ്കിലും വണ്ടി വന്നാലോ ആള് വന്നാലോ അവരെ സംസാരിക്കാൻ പറ്റുള്ളൂ. താഴേക്ക് നെടുമ്പാറ ഫാക്ടറി കഴിഞ്ഞ് കുറെ ദൂരത്തേക്ക് കിട്ടുള്ളൂ, പിന്നെ കിട്ടില്ല. ഈ ടവർ ഇവിടെ മേളിലാണ്. ഈ അച്ചൻകോവിൽ പോകുന്ന റോഡിൽ അവിടെ ഒരു പാറയുണ്ട്, അവിടെ ഒരു 3 ടവർ ഉണ്ട്. പുതിയതായിട്ട് ടവർ വെച്ചത്. ആ ടവർ കാണാൻ ആള് വരുന്നത്. ടവറല്ല, ആ പാറന്ന് കണ്ടാൽ ഇങ്ങനെ ഈ അമ്പനാടിന്റെ അങ്ങ് അറ്റം വരെ കാണാം. ഇതുവഴി നമുക്ക് നടന്നു പോയാൽ ഇവിടെ കുറവന്താളം പോകാം, കൊട്ടാരക്കരയ്ക്ക് പോകും. മുള്ളുമല നിങ്ങളിപ്പോ പാറ പോവാണെങ്കിൽ അവിടെ നോക്കുമ്പോ അറിയാം കാട് എങ്ങനെ കിടക്കുന്നത്. കുറെ ഭാഗം വെട്ടി അവർ എടുക്കും. ഇതൊക്കെ അവർ എടുക്കുന്നില്ല, ഇപ്പോഴും എടുത്ത് മാറിയതായി. ഞാനിവിടെ പറഞ്ഞു എന്റെ 4ാമത്തെ തലമുറയായി. ആണോ? കണ്ടോ, 4ാമത്തെ തലമുറയാ ചേട്ടൻ. അപ്പൊ ചേട്ടൻ അപ്പൻ മുതലുള്ള മക്കള് ഇവിടെ പണിയില്ല, എന്നാലും ഞാൻ 3-4ാമത്തായി. പിന്നെ കൊച്ചുമക്കളുമായി, അപ്പൊ 4ആയില്ലേ? അതെ, 4 തലമുറ അവരാരും കൂടി ഇല്ല. തലമുറ ആയിട്ട് ഇവിടെ താമസിക്കുന്നെന്നാണ് പറഞ്ഞത്. എന്തായിക്കോട്ടെ ഏട്ടാ. അപ്പൊ ഞങ്ങൾ എന്തായാലും അതുവഴി ഒന്ന് പോയി ടവറിലോട്ട് പോവാം. അപ്പോൾ ദേ ഞാൻ കുറേ ദൂരം സഞ്ചരിച്ചിട്ട് ദേ ഇങ്ങോട്ട് വന്നപ്പോൾ അതോ ഒരു തേയില ഫാക്ടറി കാണാം കേട്ടോ. അത് അവിടെ നോക്കിക്കേ, അത് തേയില ഫാക്ടറിയാണ്. അപ്പോൾ എന്ത് പറയാനാണ്, നല്ല കിളികളുടെ ശബ്ദവും മയിലിൻ്റെ ശബ്ദവും ഒക്കെയാണ് നമ്മൾ കേട്ടത് കേട്ടോ.
അപ്പോൾ വെറൈറ്റി ആയ ഒരു സ്ഥലമാണ് എങ്കിൽ പോലും സത്യം പറഞ്ഞാൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ ഉൾഭയം കൊണ്ട് എന്തോ എനിക്ക് പേടി തോന്നുന്നു. അത്രയും വലിയൊരു കാട്ടിനകത്താണ് ഞാനിപ്പോൾ ഞാനും എൻ്റെ ക്യാമറാമാനും ഉള്ളത്. ചുറ്റും ഒരാളില്ല കേട്ടോ, ഇതിനകത്തോട്ട് ഒരാളില്ല. അപ്പോൾ കണ്ടോ, 4 ചുറ്റും വലിയൊരു കാടാണ്, അതിൻ്റെ നടുവിലാണ് ഞാനുള്ളത്. അപ്പോൾ എനിക്ക് പേടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ അടിപൊളി തന്നെയാണ്. അത് അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേ, ആ മലനിരകളൊന്ന് നോക്കിക്കേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. എന്തായാലും നമ്മൾ തിരിച്ചു പോകുമ്പോൾ വന്ന വഴി പോകാനേ പറ്റത്തുള്ളൂ. കാരണം ആ മറു സൈഡ് ആര്യങ്കാവ് വഴി, അത് ആര്യങ്കാവിൽ ചെന്ന് എത്തുമെന്ന് പറഞ്ഞല്ലോ, ആ റോഡ് വഴി. നേരത്തെ ഒരു റോഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ വഴി. പക്ഷെ അതുവഴി പോയ റോഡും വളരെ മോശമാണ്. അപ്പോൾ എപ്പോഴാണെങ്കിലും വരുമ്പോൾ വന്ന വഴി തിരിച്ചു പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ടവർ ഇതാ കാണുന്ന കണ്ടോ, ആ 2 ടവറിൻ്റെ കണ്ടോ, ഈ ടവറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രവേശനമില്ല കേട്ടോ. പ്രവേശനമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയൊക്കെ തന്നെയാണ്, ആനയും പുലിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി കൂടെ പറയുന്നതാണ്, അതും കൂടെ നമ്മൾ ഓർക്കണം കേട്ടോ. അപ്പോൾ ഈ പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഈ തേയിലത്തോട്ടം കാണാൻ പറ്റും കേട്ടോ. അതെ ആന വന്നിരിക്കും, അതെ ആനപ്പിണ്ടം കിടക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കിക്കേ കണ്ടോ, അതെ ആനപ്പിണ്ടം കണ്ടോ, ഈ ഭാഗത്ത് വരെ ആന വന്നിരിക്കുകയാണ്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞ ഉൾഭയമുണ്ട്, നന്നായിട്ട് എനിക്ക് പേടിച്ച് നിൽക്കുക. എന്തായാലും ഞാൻ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല. കാരണം ടീനേജ് പിള്ളേരൊക്കെ അവരൊക്കെ ഓടി രക്ഷപ്പെടും, എന്നെ കൊണ്ട് ഓടാൻ പറ്റുമോ? അപ്പോൾ കാണാനായിട്ട് കാടാ കാഴ്ചകളാണെങ്കിൽ അതിമനോഹരം തന്നെ. 4 ചുറ്റും കാടാണ് കേട്ടോ. ഈ കാടിൻ്റെ നടുവിലായിട്ട് ഒരു തേയിലത്തോട്ടം അങ്ങനെ ഇരിക്കുക. വല്ലാത്തൊക്കെ നോക്കി, പിന്നെ അപ്പുറത്തെ സൈഡും ഒരു പാറയുണ്ട് കേട്ടോ, അതെ ആ സൈഡിൽ ഒരു പാറ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എനിക്ക് പേടിയെ, നല്ല മഴ ചാറ്റിലുണ്ട്. ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് പറയാൻ പോവുകയാണ്. ക്യാമറാമാനും 4 ചുറ്റും നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഭയമുണ്ട്. ജീവനോടുണ്ടെങ്കിൽ അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് ഓടി എത്തുന്നതായിരിക്കും കേട്ടോ. എനിക്ക് പേടി തോന്നുന്നു. അപ്പം വീഡിയോ ടാറ്റ ബൈ ബൈ, ഓക്കെ കേട്ടോ, പോകുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ല കേട്ടോ. അത്രയും റിസ്ക് എടുത്താണ് ഞങ്ങൾ വീഡിയോ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ എനിക്ക് ഒരുപാട് നല്ലൊരു മോട്ടിവേഷനും കൂടെയാണ്, നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എന്താ തന്നെ അഭിപ്രായം ആയിക്കോട്ടെ, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ നിങ്ങളോട് യാത്ര പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകും വഴിയാണ് യാദൃശികമായിട്ട് ഈ ഒരു ചേച്ചിയെ ഞാൻ കാണുന്നത് കേട്ടോ. അവിടെ വെച്ച് പരിചയപ്പെട്ട ചേച്ചി പറഞ്ഞു വന്നേക്ക് എൻ്റെ വീട്ടിൽ, അവിടുത്തെ കാഴ്ചകളും അവിടെ നിന്നാൽ തേയിലത്തോട്ടത്തിൻ്റെ എല്ലാ കാഴ്ചകളും നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റും, വെറൈറ്റി കാഴ്ചകൾ തന്നെ അവിടെയുണ്ട് എന്ന് പറഞ്ഞത് കേട്ടുകൊണ്ട് ചേച്ചിയുടെ പിന്നാലെ ഞാൻ വെച്ച് പിടിച്ചതാണ് കേട്ടോ. എന്തായാലും പോകതെ കണ്ടോ വഴിയിൽ ആനപ്പിണ്ടം, ഒരുപാട് സ്ഥലത്ത് ഞാനിത് കണ്ടതും എനിക്ക് പേടിയായി തുടങ്ങി. ചേച്ചിക്ക് പേടിയില്ല, കാരണം അവർ കാട്ടിൻ്റെ മക്കൾ ല്ലേ, പറയാണ്ടിരിക്കാൻ വയ്യ. അവർ ആദ്യ കാലം മുതൽ അവരിവിടെ താമസിക്കുന്നതാണ്. അപ്പോൾ അവർക്കത് പുലിയെയും ആനയും സിംഹത്തെയും ഒന്നും പേടിയില്ലെന്നാണ് പറയുന്നത്. എന്തായാലും യാദൃശ്യമായിട്ട് നമ്മൾ പോലുള്ള ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ഭയപ്പെടും അല്ലേ. എന്തായാലും ഞാൻ ആ ചേച്ചിയുടെ സംസാരം കേട്ട് അവരോടൊപ്പം നടന്നിട്ടുണ്ട്, ഉള്ളിലോട്ട് കുറേ ദൂരം എത്തിപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വനമേഖല ഫോറസ്റ്റ് ഏരിയയിൽ നമുക്കത് പൊയ്ക്കൂടാ. എന്തായാലും ചേച്ചിയുടെ വീട് കാണാനായിട്ട് എന്നെ ക്ഷണിച്ചത് കൊണ്ടാണ്. ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുതെന്നാണ് എനിക്കൊരു റിക്വസ്റ്റാണ് ഞാൻ പോയി തുടങ്ങിയതും. പക്ഷേ എനിക്ക് അവിടെ പോയപ്പോഴേക്കും അങ്ങ് ഉള്ളിലോട്ട് പോകാൻ സാധിച്ചില്ല. ഒരുപാട് അട്ട ഉണ്ട് കേട്ടോ, ദേഹം മൊത്തം കടിച്ച് ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. തിരിച്ച് ഞങ്ങൾ അതൊക്കെ കണ്ടോ, ആനപ്പിണ്ടം കണ്ടോ, പേടിച്ച് ചേച്ചി ഒരു സൈഡിൽ വെച്ച് ഞങ്ങൾ കണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് വീണ്ടും യാത്ര കുറേ കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ട് തുടരാൻ സാധിച്ചില്ല. പിന്നെ വന്ന വഴി 3-4 കിലോമീറ്റർ ഇങ്ങോട്ട് വരേണ്ടതുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും, ക്യാമറാമാനും എനിക്കും പേടി തോന്നി. ഇതുപോലെയല്ല കേട്ടോ, അത് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല, ഭയം മൂലം തന്നെയാണ്, ഉൾക്കാടാണ്. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. തിരിച്ച് ഞങ്ങൾ വരേണ്ടതായിട്ടുണ്ടായിരുന്നു. 2-3 വന്ന് ഞങ്ങൾ വീണെണീറ്റാണ്. ഞങ്ങൾ അത്രയും പേടിച്ച് ആണ് ഞങ്ങൾ പുറത്ത് അവിടെ നിന്ന് ആ കാട്ടിൽ നിന്നും പുറത്തിറങ്ങി തുടങ്ങി. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളാരും അങ്ങനെ പോകരുത് എന്ന് തന്നെയാണ് വീണ്ടും ഞാൻ പറഞ്ഞു പോകുന്നത്. എന്തായാലും തേയിലത്തോട്ടത്തിന്റെ എസ്റ്റേറ്റിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ല രസമുണ്ട്. ഇതിന് കിളിറിന്റെ ഇലയൊക്കെ ഇതേ കണ്ടോ, ഇങ്ങനെ നോക്കിക്കേ, ഇതേ ഈ കിളിറിന്റെ ഇലയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം കട്ട് ചെയ്ങ്ങി കഴിഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സത്യം പറയുന്നത് ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇതുപോലെ ഞാൻ പേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോ വീഡിയോ കഴിയുമ്പോഴും ഞാൻ അപ്പോഴും പറയും അല്ലേ. അപ്പം ഓരോ പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ കൂടുതൽ പേടിയാണ് എനിക്ക്. അട്ടയുണ്ട് കേട്ടോ, അട്ടതാ കാലിലൊക്കെ കടിച്ച് കുറേ ഭാഗത്ത് രക്തം ഒലിച്ചു പോയി. എൻ്റെ ക്യാമറാമാൻ്റെ ദേഹത്ത് അട്ട കടിച്ച് കുറേ ദൂരം പോയതിന് ശേഷം കേട്ടോ നടന്ന സംഭവങ്ങളാണ്.
എന്തായാലും നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. കോടമഞ്ഞ് വരുന്നുണ്ട്, മഴ, അന്തരീക്ഷമൊക്കെ ഇരുണ്ടിരിക്കുക, ആന ശല്യമുണ്ട്. എത്രയും പെട്ടെന്ന് എനിക്ക് പുറത്ത് കടക്കേണ്ടതുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഒരു വാക്ക് പോലും കള്ളം പറയുന്നതല്ല. ക്യാമറാമാനും പേടിച്ചിട്ടുണ്ട് കേട്ടോ, ഇനി പറയുന്നുണ്ടിരിക്കില്ല. രണ്ടുപേരും പേടിച്ചിട്ടുണ്ട്. അത് സമ്മതിച്ചേ പറ്റുള്ളൂ. നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. വേറെ ഒന്നും പറയാനില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ ജീവനോടെ ഇരിക്കുമെങ്കിൽ കാണാം.